ഹലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് വന്നതാവൂല്ലേ എന്താണിതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുബഷിറ. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്നുള്ളൊരിതിലാണ് ഞാനിത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വപ്നം നിങ്ങളെ വിരൽത്തുമ്പിൽ നിന്ന് തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം. അത്യാവശ്യം എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യും. അൽഹംദുലില്ലാ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചു തന്നെയാണ്. അപ്പോൾ എനിക്ക് 3 ആൺകുട്ടികളാണ്. അതിൻ്റെ താഴെയാണ് 4ാമത് മാഷാ അല്ലാഹ് എനിക്ക് പഠിച്ചോൻ എനിക്കൊരു പെൺകുട്ടിയെ തന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് തന്നെ ഞാൻ വെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഇപ്പോൾ എനിക്ക് മോളും കൂടി ആയപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയായി. ഞാനും മോളും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ഇടുക, എൻ്റെ മോളിടുന്ന ഡ്രസ്സ് മൊത്തം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയി എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പിന്നെ കടയിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെയാണ് ഈ പെൺകുട്ടികളുടെ ഡ്രസ്സിന് അത്രയും നല്ല വിലയും ഒക്കെ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഇതുവരെ എനിക്ക് മൂത്ത മോനിക്ക് 18 വയസ്സായി. അപ്പോൾ മുതലേക്ക് ഈ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഞാനിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ താഴെ മക്കൾക്കൊക്കെ എടുത്തിട്ട് എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ വില പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മോൾക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡ്രസ്സിൻ്റെ വിലയൊക്കെ ഞാൻ അറിയണത്. ആൺകുട്ടികളുടെ ഡ്രസ്സിന് പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ അത്രയും വിലയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അഫോർഡബിൾ റേറ്റിൽ മറ്റുള്ളവർക്കും കൂടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറിയ 300 രൂപ വരെയുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിന് ഏറിയ 300 രൂപ വരെ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്കൊരു സഹായം ആയിക്കഴിഞ്ഞാൽ അതുമായി എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഫാഷൻ ഇപ്പോൾ ഇതാണല്ലോ, സ്റ്റിച്ചിങ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ നടക്കും ചെയ്യും, മറ്റുള്ളവർക്കൊരു സഹായം ആവും ചെയ്യും. അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ്. ഡെയിലി വീഡിയോ ഇടാനുള്ള സമയമൊന്നും എനിക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആവുന്ന വീഡിയോ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആവും, ചിലപ്പോൾ ആഴ്ചയിൽ 2 തവണയായിരിക്കും വീഡിയോ ഉണ്ടാവുക, സ്റ്റിച്ച് ചെയ്ത ഐറ്റംസിൻ്റെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ, എൻ്റെ സൗണ്ടും എൻ്റെ ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഉള്ളൂ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരിക. എന്തിനാപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ കൊടുത്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? സ്റ്റിച്ചിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണ് കൊടുത്തിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരുങ്ങല്ലേ, ഒരു സംരംഭം തുടങ്ങല്ലേ. അപ്പോൾ ഞാനിത് മക്കത്തേക്കും അതിനത്തേക്കും പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു ഒരു ഉംറ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഇക്കാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഉംറക്ക് പോയത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ തന്നെ ഞാനിതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കൊടുത്തത്. പിന്നെ അതിൻ്റെ പുറമെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യം, അവരാരെ മക്കൾക്ക് ഞാൻ എന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, അങ്ങനെ താല്പര്യമുള്ള കുറേ ഉമ്മമാരുണ്ടാവുമല്ലോ എൻ്റെ പോലെ. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ എല്ലാവർക്കും സ്റ്റിച്ചിങ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്യുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മളെ മക്കളുടെ ഫ്രോക്ക് മാത്രമല്ല കേട്ടോ ഞാൻ ചിലപ്പോൾ ഇതിലിടുണ്ടാവുക. ഞാൻ ആൺകുട്ടികളുടെ ഷർട്ടുകളുണ്ടാവും ചിലപ്പോൾ. എനിക്ക് വയ്ക്കണ പോലെ വീട്ടിലെ ജോലിയും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എത്തണ പോലെ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. ഏതുവരെ സക്സസ് ആവും നിങ്ങളെ കയ്യിലാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെയ്ത് നോക്കുകയാണ്. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാഷാ അല്ലാഹ് നന്നായി വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡോർമാറ്റ് ഉണ്ടായിരിക്കും. എനിക്ക് ഡോർമാറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഡോർമാറ്റ് ഉണ്ടാവും, നമ്മൾ ഈ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഡോർമാറ്റ് ഉണ്ടാവും. പിന്നെ മാക്സി ഉണ്ടാവും. ഞാൻ പുറത്തേക്കടക്കം മാക്സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിയുടെ ഉണ്ടാവും, മക്കളുടെ ഉണ്ടാവും, ആൺകുട്ടികളുടെ ഉണ്ടാവും. പിന്നെ ഹെയർ ബാൻഡ്, ബോകളുണ്ടായിരിക്കും. അപ്പോൾ സ്ക്രിഞ്ചീസ് അതൊക്കെ ആഡ് ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാം നേരം പോലെ നടക്കട്ടെ. പിന്നെ ആ വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് സലാം പറയല്ല ചെയ്തിക്കണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സലാം പറയൽ നമുക്ക് സുന്നത്തേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് മടക്കൽ അത് നിർബന്ധമാണ്. അപ്പോൾ ഏതായാലും കാരണവശാൽ അത് കേട്ടിട്ട് മടക്കാതിരിക്കുകയും ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ സലാം പറയൽ ഒഴിവാക്കിയത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വരുന്നുള്ള വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഇൻഷാ അല്ലാഹ്